നമുക്ക് ഇങ്ങനെ ഒരു എം എൽ എ ഉണ്ട്. ഞാൻ നാട്ടിക എം എൽ എ CC മൂന്നൻ്റെ കാര്യമാണ് പറയുന്നത്. എം എൽ എമാരുടെ നടപ്പും പത്രാസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നാട്ടിക എം എൽ എയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. CC മൂന്നൻ CPIയുടെ എം എൽ എ ആണ്. പാർട്ടിയായിട്ട് അല്പം ഇടഞ്ഞാണ് നിൽക്കുന്നത്. അന്തിക്കാട് കവലയിൽ നിന്ന് നമുക്ക് 1 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ മൂന്നൻ്റെ വീട് കാണാം. വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൂക്കിൽ വിരൽ വെച്ച് പോകും. ഇങ്ങനെ ഒരു എം എൽ എ ഉണ്ടോ? വീടിൻ്റെ കഴുക്കോലും മോന്താഴവും എല്ലാം ദ്രവിച്ച് പല ഓടുകളും മാറി വീണ് കിടക്കുന്നു. അദ്ദേഹം കിടക്കുന്ന മുറി തന്നെ നോക്കിയാൽ അവിടെ ചണം കൊണ്ടുള്ള ചാക്ക് നമുക്ക് കാണാം. വാവട്ടമുള്ള വലിയ വലിയ അലുമിനിയം കലങ്ങളിരിക്കുന്ന കാണാം. മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇതിൽ ശേഖരിച്ച് വെളിയിൽ കൊണ്ടുകളയാണ്. അദ്ദേഹം ഒരു തവണ വായ്പ എടുത്തു. ഏകദേശം 8 ലക്ഷം രൂപ അദ്ദേഹം വായ്പ എടുത്തത് വീടിൻ്റെ പണിക്ക് വേണ്ടി. അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നന്നാക്കാനുള്ള പണമേ ഉള്ളൂ. അതിപ്പോൾ ഏകദേശം 18.25 ലക്ഷം രൂപ എത്തി. നേരത്തെ അതൊന്ന് പുതുക്കി വെച്ചു വായ്പ. ഇപ്പോൾ ഏകദേശം 18.25 ലക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് അടയ്ക്കാൻ യാതൊരു നിവൃത്തിയില്ല. മാസ അടവ് 28,000 രൂപയാണ്. അദ്ദേഹം നേരത്തെ അവിടുത്തെ ചെത്തുതൊഴിലാളി യൂണിയൻ അന്തിക്കാട്ടെ യൂണിയനിലെ ഓഫീസിലെ പിയൂണായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, ആ വെള്ളത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം അതിലെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തെന്നി വീണു. വലത് കാലിന് അദ്ദേഹത്തിന് ഒടിവുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയാണ്. ഇതൊരു എം എൽ എയുടെ കഥയാണ് ഞാനീ പറയുന്നത്. ഇങ്ങനെ ഒരു എം എൽ എ നമ്മൾ കണ്ടിട്ടുണ്ടോ കേരളത്തിൽ? അത് തന്നെയല്ല, അദ്ദേഹത്തിന് ഇപ്പം വരുമാനം, തുച്ഛമായ വരുമാനം, ഈ ചെത്തുതൊഴിലാളി ഓഫീസിലെ പിയൂണായിട്ടിരുന്ന സമയത്തുള്ള ശമ്പളത്തിൻ്റെ ചെറിയ ഒരു വരുമാനം പെൻഷനായിട്ടുണ്ട്. മറ്റ് വരുമാനങ്ങളൊന്നും തന്നെ എം എൽ എ ആയിട്ടുള്ള ലഭിക്കുന്ന പണം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയ്ക്കും മറ്റു ചില പൊതുക്കാര്യത്തിനും അങ്ങ് പോകും. 28,000 രൂപ ബാങ്കിൽ പണം അടയ്ക്കാൻ പറ്റുന്നില്ല. അതേ ഒരു കാറ്, എം എൽ എ ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാറ് ലോൺ ഇട്ടെടുത്തു. 10 ലക്ഷം രൂപ എടുത്തു. അത് മാസ അടവ് 28,000 രൂപയായി. ഇനി അദ്ദേഹത്തിന് അത് അടയ്ക്കാനും കഴിയും തോന്നുന്നില്ല. ജപ്തി നടപടികളുമായിട്ട് ബാങ്കുകൾ പലരും അവിടെ വന്നെങ്കിലും എം എൽ എ ആണ്, എങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ കണ്ട് അവർ മടങ്ങിപ്പോകുന്നു. അത് പണം അടയ്ക്കാനുള്ള അല്ലെങ്കിൽ ജപ്തി നടപടി സ്വീകരിക്കുമെന്നുള്ള നോട്ടീസുകളൊക്കെ ത്വരിത അയക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധികയ്ക്ക് വരുമാനമൊന്നുമില്ല. 2 തവണ പഞ്ചായത്ത് അംഗമായിരുന്നു. ഇതാണ് ആ എം എൽ എയുടെ അവസ്ഥ. ഇപ്പോൾ ഒരു ചോർച്ച തടയാനായിട്ട് ഓടിൻ്റെ മുകളിലിട്ട് ഒരു ടാർപ്പാളിൽ ഇടാനായിട്ട് അതൊക്കെ അദ്ദേഹം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ മുകളിൽ കയറാൻ ആളില്ല. പലർക്കും ഭയം, കെട്ടിടം താഴെ വീഴുമോ, അദ്ദേഹത്തിൻ്റെ ഉള്ള കിടപ്പാടം കൂടെ പോകുമോ. ഇതാണ് വളരെ ദയനീയമായൊരു അവസ്ഥ. അച്യുതാനന്ദൻ്റെ മരണസമയത്ത് അദ്ദേഹം ആലപ്പുഴ വരെ ഒന്ന് പോയി വന്നു. കാല് ഇപ്പോഴും പഴയ അവസ്ഥ തന്നെ, എങ്കിലും അദ്ദേഹം അവിടം വരെ പോയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഒരു എം എൽ എയുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായി പറയുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഒരു എം എൽ എ ഉണ്ടോ? എം എൽ എമാരുടെ സുഖ സൗകര്യങ്ങളും അവർ വാങ്ങിച്ചു കൂട്ടുന്ന പണമൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിവില്ലെങ്കിലും മറ്റുള്ള അങ്ങനെയുള്ള പണക്കാരനായിട്ട് ജീവിക്കുന്ന എം എൽ എമാരുണ്ടെങ്കിൽ അവരെ ഒന്ന് ശിക്ഷപ്പെടുന്നത് നല്ലതാണ്. കാരണം CC മൂന്നൻ എം എൽ എയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. അത് നമ്മൾ കണ്ടുപഠിക്കണം. ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ ഒരു എം എൽ എ ഉണ്ടല്ലോ എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം എം എൽ എക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്, അസംബ്ലിയിൽ പോയി വരുന്നതിന് എത്ര രൂപയാണ്. എങ്കിലും അദ്ദേഹം നാട്ടിൽ നിന്ന് പോയി വരുന്നതിനൊക്കെ ചിലവുണ്ട്. അത് തന്നെയല്ല, തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ചിലവുണ്ട്. അപ്പോൾ ആ എം എൽ എയുടെ വരുമാനത്തിൽ നിന്ന് വലിയ പണമൊന്നും അദ്ദേഹത്തിന് ലഭിക്കാനില്ല. അതൊക്കെ പൊതുപ്രവർത്തകൻ്റെ പേരിൽ പ്രവർത്തകനായതുകൊണ്ട് അതിൻ്റെ പേരിലേക്ക് അങ്ങ് നഷ്ടപ്പെട്ടു പോയിക്കോളും. മിച്ചം പിടിക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവസ്ഥ വളരെ മോശമാണ്, കണ്ടീഷനാണ്. അതുകൊണ്ട് എം എൽ എ ആയതുകൊണ്ട് ആ ഒരു എം എൽ എ സഹായിക്കാൻ സന്മനസ്സുള്ളവർ അദ്ദേഹത്തിനെ സഹായിക്കണം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറണം. കാരണം അദ്ദേഹത്തിൻ്റെ
ബാങ്കിൽ അടയ്ക്കാനുള്ളതിലെ 10-18 ലക്ഷം രൂപ വരും. എങ്ങനെയാലും 10-25 ലക്ഷം രൂപയുടെ കടമുണ്ട്. കുറേ പണമൊക്കെ ഇതുപോലെ കേരളത്തിലുള്ള പണക്കാരാരെങ്കിലും കൊടുത്തിട്ട് അവർ രാഷ്ട്രീയക്കാർ പിരിവ് വരുമ്പം വലിയ എമൗണ്ട് കൊടുക്കുന്നതല്ല. ഇതുപോലെ ഒരു MLA നാട്ടിലുണ്ട് എന്ന് നമ്മൾ കരുതണം. അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഈ അവസ്ഥയ്ക്കൊരു പരിഹാരം ഉണ്ടാകും. അദ്ദേഹത്തിന് ആ വീട്ടിലെ നനഞ്ഞ് അദ്ദേഹം കട്ടിലിൽ കിടക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് നാട്ടുകാർക്ക് വളരെ അറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ട് പണം ഉള്ള ആൾക്കാർ ദയവായിട്ട് അദ്ദേഹത്തിനെ സഹായിച്ച് അദ്ദേഹത്തിന് ഇതിൽ നിന്നൊരു മോചനം കൊടുക്കണം. അദ്ദേഹത്തിനെ അടുത്ത പ്രാവശ്യം ജയിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരാൾ വന്നെങ്കിലല്ലേ നമുക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് മൂന്നൻ്റെ ഈ അവസ്ഥ പറയുന്നതിൻ്റെ അർത്ഥം മറ്റുള്ള MLA-മാരെ പോലെ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല, അറിയത്തില്ല. അദ്ദേഹം വളരെ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ സാമൂഹ്യപരമായ പ്രവർത്തനമാണ്, അല്ലാതെ മറ്റ് കച്ചവടങ്ങളോ തട്ടിപ്പോന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയല്ല, ഇപ്പം CPI പാർട്ടിയുമായിട്ട് അല്പസ്വല്പം ഇടഞ്ഞാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് വാർത്ത വരുന്നുണ്ട്.